വിളിക്കണോ അബടി ഉറപ്പുകാരന്റെ മോനെ? MBA കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണം എത്രയും പെട്ടെന്ന്, മനസ്സിലായോ? RD തന്നെ ഞാൻ വിളിപ്പിച്ചത് അറിയാം സർ. ഞാൻ കസ്റ്റഡിയിലെടുത്ത കെ കണ്ണൻ മേനോൻ മകൻ കെ ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ വിട്ടു സർ. അവന്റെ പൂമേനിയിൽ ഒരു പോർല് പോലും ഏൽക്കാതെ. ഇനഫ് സർ. ലീഡർ കണ്ണൻ മേനോൻ, നിങ്ങളുടെ മുന്നിൽ നട്ടല് വിളക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട. തുള്ളാതെ നിലത്ത് നിൽക്കടാ ചക്ക. കാലം കുറെ ആയി കണ്ണമ്മേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതടപെടുത്ത് വെട്ടിയാലും അതിന് മറുപെട്ട് കണ്ണമ്മേനോന്റെ കയ്യിലുണ്ട്. വെട്ടാൻ കൈ വേണം സാർ. ആ കൈ ഞാൻ വെട്ടും. ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം, അതിന് പോലും കൈ ഉണ്ടാവില്ല. ഇങ്ങനെ രോഷം കൊള്ളരുത്, ശ്വാസം മുട്ടലുണ്ടാവും. താൻ പുണ്യാളനാകണ്ട, തന്നെ ഞാൻ കണ്ടോളാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതിന് പകരം കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കും. അന്ന് എന്റെ മോനെ ചോറ് കൊടുത്തുള്ള ജോലി ഞങ്ങൾക്ക് വേണ്ടടാ. പറഞ്ഞത് പുത്ര ദുഃഖം ദിനേന്നല്ലേ ആദ്യം മൂത്ത് തലയ്ക്ക് നോസായിപ്പോയി. ആദ്യസ്ഥിതിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്തിനാ അവര് വന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാ. എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത്, പവറോണിൽ നിന്ന്. ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? എനിക്കറിയില്ല സർ. ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റേ കിട്ടുമെന്ന് പറഞ്ഞു. പവറോൺ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങിത്തരാമെന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ? ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വരാൻ ധാരാളം സോഴ്സുകളുള്ള സ്ഥിതിക്ക് തിരുമുൽപ്പാട് ഒരുപാട് സമ്പാദിച്ചു കാണുമല്ലോ. അദ്ദേഹം അത്രയ്ക്ക് അതപ്പത്തിച്ചിരുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേണ്ടേ മിസ്സസ് തിരുമുൽപ്പാട്? ലോക്കറോ? ആ, ഏത് ബാങ്ക് ലോക്കറിന്റെ കീ ആയത്? ഇങ്ങനെ ഒരു ലോക്കറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈശ്വരനാണ് സത്യം, എന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമുൽപ്പാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു. നിഷേധിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായിപ്പോ. ആദ്യ അന്വേഷണത്തിന് വന്ന കമ്മീഷണറേക്കാൾ ഒട്ടും മോശമല്ല അസിസ്റ്റന്റ് കമ്മീഷണറും. നിങ്ങൾക്ക് ആരെയൊക്കെ രക്ഷിക്കണം. അതിന് ഇതുപോലെയുള്ള കള്ളക്കഥകൾ ചവച്ചുണ്ടാക്കി സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ താക്കോൽ ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല. തിരുമുൽപ്പാട് മരിക്കുമ്പോൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു ഇത്. ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് തെളിഞ്ഞത് ഇന്നാണ്. ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ്ലി. അബൂട്ടി, സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യനാടാറില്ല. കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് അയാൾ ഇവിടെ വന്നത്. വണ്ടി ഇതേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്നും പറഞ്ഞ് ഡോറ് തുറന്ന് ഒരു പെട്ടി എടുത്തോണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. റോഡ് ക്രോസ് ചെയ്ത് തിരുമുൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ മറ്റു പോയതായിരിക്കും സർ. സ്പോട്ടിൽ ആദ്യം എത്തിയത് ആരാ? അത് കമ്മീഷണർ മായാപിള്ള മേഡം. സംഭവം നടന്ന എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സർ, ഈ വഴി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സർ. താൻ പൊയ്ക്കോ സർ.
അബൂട്ടി, സാർ പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടമൊന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ. ഉം. തനിക്ക് പള്ളിക്കാരെ മാത്രം നോക്കിയാ മതി, എനിക്കത് പോരടാവേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ 200 ചെലവ്. യ്യോ, താൻ കത്തനാരോട് പറഞ്ഞാ മതി. ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ തുറന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല. എന്നെ ఉపద్రవిക്കാതെ താനൊന്ന് ഫോൺ വെച്ചിട്ട് పోడావే. హలో ఈ పచ్చగారు నమస్కారాలు బాగున్నారా? నేను బిజినెస్ కోసం చెప్పు. സോറി ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടായി തെലുങ്ക്. ഈ പച്ചന എന്നെ മനസ്സിലായില്ലായോ? എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദിമൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? അവിടത്തെ ചത്തുപോയൊരു നേതാവിന്റെ 2ാം ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടയോ? ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. 2 ഉണ്ട വീതവർക്കുണ്ട്, മൊത്തം 40 ലക്ഷം. ഞാൻ ഇവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ട 4 പെട്ടിയിലോട്ടിട്ട് എന്റെ കമ്മീഷൻ ഇങ്ങതാ ചായ. കമ്മീഷനൊക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവരാരൊക്കെയൊന്ന് പരിചയപ്പെടുത്തിത്താ. 2 പേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. അനാ മാവട്ട ചൊല്ല മാട്ടെ, സീക്രട്ട്. വണക്കം. പിന്നെ നഹക്കട നാദമുനി ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. டேய் புரோக்கர் மூலம் நகை விஷயத்தை பற்றி சொல்லப்பா. ഇപ്പൊ ചായ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. എന്നാ പോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി? തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ, എമ്പടി കാണുമായിരിക്കും. എമ്പടി ഒന്നുമില്ല, ഒരു 10-20 കിലോ കാണും. എന്റെ പരുമല തിരുമേനി, ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. സത്യനാരായണൻ ഇവിടെ നിൽക്കൂ. സാർ പെട്ടി അങ്ങ് തുറന്നാട്ടെ, തൂക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. പെട്ടി അങ്ങ് തുറന്നാട്ടെ. അയ്യോ, എന്നതാ ഇത്? അരിയുണ്ടയോ? താക്കോലോ? എന്താ ഇത്? അപ്പൊ നിങ്ങൾ ഉണ്ടയിടാൻ വന്നവരല്ലയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാണ് ഞങ്ങൾ അയ്യോ, നിങ്ങൾ പോലീസുകാരാണോ?